സ്വാസിക. സ്ത്രീ വിരുദ്ധത സ്ത്രീകൾ തന്നെ പറഞ്ഞാൽ എന്താ ചെയ്യുക എന്നുള്ളതായിരിക്കും കൺഫ്യൂഷൻ. പക്ഷേ എനിക്കിതിനകത്തൊരു ഡിഫറെൻ്റ് ഒപ്പീനിയനാണ്. അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്താ പറഞ്ഞെന്ന് കേൾക്കണ്ടേ? ആദ്യം നമുക്കത് കേൾക്കാം. ഞാൻ എന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്റെ പേഴ്സണൽ ലൈഫ് ഞാൻ ഇങ്ങനെയാണ് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ ഹസ്ബൻഡിന്റെ താഴെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഞാൻ ഇപ്പൊ തീരുമാനിച്ചല്ല, ഞാൻ വളരെ ചെറിയ, അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ ഉള്ള നമ്മുടെ ആ ഒരു ടീനേജ് പ്രായമുണ്ട്, അപ്പോഴേ ഞാൻ തീരുമാനിച്ചത്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്റെ അച്ഛനും അമ്മ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്ല, എന്റെ അമ്മ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്ല, ഇവരാരും അങ്ങനെയല്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചു, അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് അതിന്റെ റീസൺ അറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ ജീവിക്കാനാണ് പോകുന്നത് എന്നുള്ളത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് ഈ കാല് പിടിക്കുന്നതും പാത്രം കഴുകുന്നതും ഒക്കെ. ഹസ്ബൻഡ് കുറച്ച് ഡോമിനേറ്റിംഗ് പവർ ഉള്ള ആളായാലും എനിക്ക് കുഴപ്പമില്ല, അതായത് കുറച്ച് ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്യുന്ന ആളായാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണ് ഞാൻ തന്നെ കുക്ക് ചെയ്ത് കൊടുക്കുന്നത്, എനിക്കിഷ്ടമാണ്. അത് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വരുന്നവരെ വെയിറ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് എനിക്കിഷ്ടമാണ്. പിന്നെ എന്താ, രാവിലെ എണീറ്റ്, അത് എനിക്കറിയില്ല പ്രാക്ടിക്കലാവുന്നത്, പക്ഷെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കും രാവിലെ എണീറ്റ് അദ്ദേഹത്തിന്റെ കാലൊക്കെ തൊട്ട് തൊഴുവണം എന്നുള്ളത്, അതെല്ലാം എൻ്റെ ഇഷ്ടമാണ്. അപ്പൊ അവർക്ക് ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, അവർക്കതൊരു വലിയ പ്രശ്നമായിട്ട് അവരുടെ ജീവിതത്തിൽ വന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താണ് ഒരു പ്രശ്നം? അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ പ്രശ്നം? അതൊരു യൂഷ്വൽ നല്ല ഒരു ടോപ്പിക്ക് തന്നെയാണ്. പക്ഷേ എനിക്ക് ഇതിനകത്ത് വിരുദ്ധാഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞത് ശരിയാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. മെയിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്ത കുറേ പേരുണ്ട് എന്നുള്ള വസ്തുത, പ്രത്യേകിച്ച് ഇവരെ ആങ്കർ എന്ന് പറഞ്ഞ രീതിയിൽ ഇരുത്തിയിരിക്കുന്നവരും അല്ലെ അവർക്ക് ചുറ്റുമുള്ളവരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനെ പറയാൻ പാടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാം, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവർക്ക് അങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം. എന്തുകൊണ്ട് അവരത് പറയണു എന്നുള്ളത് മനസ്സിലാക്കുക. സോസിക പറഞ്ഞത് കേട്ടാൽ നമുക്ക് തോന്നും സോസിക എന്തോ ഭയങ്കര സംഭവം പറഞ്ഞു, നല്ല കാര്യങ്ങളൊക്കെയാണ് സോസിക എഴുന്നള്ളിക്കുന്നത്. ഒന്നുമല്ല കേട്ടോ. സോസികയ്ക്ക് എന്താ പ്രശ്നം എന്നറിയാമോ? ആള് കുറച്ചധികം തുണിയൂരിയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട്, സിനിമയൊക്കെ കണ്ടിട്ടില്ലേ, കുറേയധികം സർക്കസുകളൊക്കെ കാണിച്ചിട്ടുണ്ട്, ഒരുപാട് കുരുത്തക്കേടുകളും കാണിച്ചിട്ടുണ്ട് പുള്ളിക്കാരത്തി. അപ്പോൾ അതൊക്കെ ഒന്ന് ഇനിയിപ്പോൾ ഒന്ന് സെറ്റാക്കി വെക്കാൻ ഞാനൊരു വലിയ കുലസ്ത്രീയാണ് എന്ന് കാണിക്കുകയാണ്. പെൺകുട്ടികളുടെ മിഥ്യാധാരണയാണ് കുലസ്ത്രീ ആയി കഴിഞ്ഞാൽ അക്സെപ്റ്റൻസ് കിട്ടുന്നു. നമ്മൾ അടിമകളെന്നും അടിമകളാണ്, കൂടുതൽ അടിമകളാകാനുള്ള ഒരു ചോയ്സ് മാത്രമാണ് അത്. വ്യക്തിബോധമുള്ള ഒരാളും ഇങ്ങനെ ഒരു കാര്യം പറയത്തില്ല. നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നതാണോ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പക്ഷെ നമ്മളുടെ ജോലി അത് മാത്രമാണ് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. എനിക്ക് അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ജീവിക്കാനാണ് ഇഷ്ടം എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം സോക്കേടാണ്. ഇപ്പോൾ ജയറാമിൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട അതിനകത്ത് ആ വിവാഹം ഞാൻ കാണാൻ പോയപ്പോൾ എനിക്ക് ആകെ ഇഷ്ടപ്പെടാത്ത ഒരൊറ്റ സീനേ ഉണ്ടായിരുന്നുള്ളൂ. ചെരുപ്പ് ഊരി മാറ്റിയിട്ടിട്ട് അവൾ പൊക്കം ടാലി ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു കൺസെപ്റ്റായിപ്പോയി. അയാളെക്കാൾ പൊക്കം കുറഞ്ഞിരിക്കണം എനിക്ക്, അയാളെക്കാൾ ഡിഗ്രി കുറഞ്ഞിരിക്കണം എനിക്ക്, പക്ഷെ പൈസ എനിക്ക് കൂടിയിരിക്കണം, എന്നാലേ അവിടെ വില കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ അലിഖിതമായ കുറേയധികം നിയമങ്ങൾ നമുക്കിടയിലുണ്ട്. ആ നിയമങ്ങളാണ് ഈ കുട്ടികളെ കൊണ്ട് ഇതൊക്കെ പറയിക്കണേന്ന് എനിക്ക് മനസ്സിലാവുന്നത്. സോസിക ഇപ്പം പറഞ്ഞത് മുഴുക്ക അഭിനയമാണ്. അവൾ നന്നായിട്ട് ജീവിതത്തിൽ അഭിനയിക്കുന്നു എന്നുള്ളതാണ്. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മടുക്കുവേണ്ടി ഇതൊക്കെ തിരുത്തി അത് പറഞ്ഞോളൂ. അല്ലാണ്ട് എന്നും അടിമയായിട്ട് കിടക്കാൻ ആരെങ്കിലും പറ്റുമോ? പിന്നെ ഒരു കാര്യമുണ്ട്, അവരുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു അടിമത്വമൊന്നും ഇല്ല. അതുകൊണ്ടാണല്ലോ അവർ സിനിമയിലൊക്കെ അഭിനയിക്കുന്നത്. സിനിമയിലും സീരിയലിലും ഒക്കെ അവർ കിടന്ന് തകർത്താടുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഒരുപാട് അലിഗേഷൻസിലും പുള്ളി പോയി പെട്ടിട്ടുണ്ട്. നഗ്ന പൂജയാ, നാരി പൂജയാ, അങ്ങനെ ഏതായാലും കൊണാഫിക്കേഷനിൽ പോയി പെട്ടിട്ടുണ്ടായിരുന്നു. ആ നാരി പൂജ ചെയ്ത വിഭാഗക്കാരൊക്കെ എന്തോ കള്ളക്കടത്തോ എന്തൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആകെ മൊത്തത്തിൽ എന്തൊക്കെയോ ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താനുള്ളവരാണ് ഇത്തരം അഭിനയങ്ങൾക്ക് പോയി നിന്നു കൊടുക്കുന്നത്. വ്യക്തിത്വമുള്ള, വ്യക്തി സ്വാതന്ത്ര്യമുള്ള, അങ്ങനെ ഒരു ചിന്താധാരയുള്ള ഒരു പെണ്ണും ഇങ്ങനെ ഒരു കാര്യം പറയത്തില്ല. പിന്നെ അദ്ദേഹം വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ തൊട്ട് വണങ്ങിക്കൊണ്ട് ആഹാരം കഴിക്കുന്ന ഒരു പ്രത്യേകതരം ജീവിതം, ഇങ്ങനെ കുറേ എണ്ണം നമുക്കിടയിലുമുണ്ട്. സത്യത്തിൽ അത് അമിതമായ പതിവ്രത ചമയലാണ്. അത് അമിത പതിവ്രത ചമയൽ എന്ന് കണക്കാക്കി അതിനെ ഇഗ്നോർ ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ അവരുടെ പേഴ്സണൽ ചോയ്സ് ആണെന്ന് പറഞ്ഞാൽ ഒരു വാഴക്കേ ഇല്ല. അവരൊരു സോഷ്യൽ ഫിഗറാണ്. മീൻസ് നമ്മളൊക്കെ ഉൾക്കൊണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് അവർ അഭിനയിക്കുന്ന ചിത്രങ്ങളും അതുമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്നതും. അപ്പോൾ അവർ ഇങ്ങനെ ഒരു കൊലസ്ത്രീയാണെങ്കിൽ ആരും അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്, മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇനി ഇതുപോലെ വേറൊരു സാധനമുണ്ട്, കണ്ടിട്ടുണ്ട്, ആനിയമ്മ. നല്ലൊരു കൊലസ്ത്രീയാണ്. സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ് ഇത്തരം കുലസ്ത്രീകളെന്ന് ഞാൻ പറയും. വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതാണ് ഒരു കുഴപ്പം. ഷെഫീനക്ക് എന്താ എന്ന് ചോദിക്കും. ഷെഫീനയ്ക്കൊന്നുമില്ല. സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ മക്കളുടെ മുൻപിൽ പോലും നമ്മൾക്ക് വ്യക്തിത്വം ഇല്ലാതാകുന്ന ഒരു സിനാരിയോ അതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കുക. വ്യക്തിബോധമുള്ളവരാരും ആ രീതിയിലൊരു അടിമ ജീവിതം ആഗ്രഹിക്കില്ല എന്നാണ് പറഞ്ഞു വന്നത്. വ്യക്തിത്വമുള്ളവർ അതുപോലെ തല ഉയർത്തി പിടിച്ച് തന്നെ നിൽക്കും. വീട്ടിൽ ചോറും കറിയും വയ്ക്കുന്നതും പാത്രം കഴുകുന്നതും അടിമയാണോ എടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതിനാണ് ഞാൻ പറഞ്ഞത്. അല്ല അത് ചെയ്യുന്ന ഒരു കുറ്റമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞങ്ങളുമൊക്കെ പാത്രം കഴുകാറുണ്ട്, തൂത്തുവാരുണ്ട്, ചോറും കറിയൊക്കെ വെക്കാറുണ്ട്. പക്ഷെ അതാണ് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ സൗകര്യമില്ല ചെയ്യാനെന്ന് ഞാനങ്ങ് പറയും. അപ്പോൾ ഏതാണ്ട് പോയിന്റ് പിടി കിട്ടിയില്ലേ? സ്ത്രീപക്ഷവാദം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പെടും. അല്ലാണ്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചേട്ടൻ എന്ത് പറയണു ചേട്ടാ,
ചൈൽഡ് ടീച്ചേട്ടാ, ഇതൊക്കെ കുറച്ച് ഓവറല്ലേ സ്വാസി? എന്തൊരു മോളെ, നീ വന്ന് വന്ന് മഹാ കുഴപ്പമായിട്ട് വരികയാണല്ലോ. ഞാൻ ഇപ്പോഴും പറയണത് സാസി മോൾക്ക് എന്തൊക്കെയോ ഒളിക്കാനുണ്ട്. സാസി മോൾ കുറേ കാര്യങ്ങളൊക്കെ അലൻസിയറുടെ കൂടെയൊക്കെ കിടന്നങ്ങ് ഇറമാതിച്ചതല്ലേ. ഇതൊക്കെ പുറത്ത് വരാതിരിക്കാൻ ഞാൻ ഭയങ്കര ഡീസൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുലസ്ത്രീ പരിവേഷമാണ്. നമ്മളതങ്ങ് പുകഴ്ത്തിക്കൂട്, പാട്ട് ഈ വിച്ച് പാട്ട്. പക്ഷെ ഇത് ഓവറല്ലേ മോളെ, ഓവറാക്കി ചളമാക്കരുത് കേട്ടോ. ആ ശരി, എന്നാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടൂലെന്ന് എനിക്കറിയാം, പ്രത്യേകിച്ച് കുലസ്ത്രീകൾക്ക്. നിങ്ങൾ പറഞ്ഞോളി, നിങ്ങൾ ഇഷ്ടം പോലെ പറഞ്ഞോളി, ഞാൻ കേൾക്കാൻ തയ്യാറായി കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ എൻ്റെ വ്യക്തിബോധം ഇത് അനുഭവിച്ചു കൊടുക്കുന്നില്ല. ഇത് കണ്ടാൽ ഞാൻ പറയും. പിന്നെ ഒരു ഇൻഫ്ലുവൻസറായിട്ട് നൽകുന്നു, ഇൻഫ്ലുവൻസറാണ്, ആണ്. അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ സ്ത്രീകൾ ഇതിൽ അട്രാക്റ്റ് ആവുകയും അവരിതുപോലെ ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ നാളേക്ക് പെൺകുട്ടികളെ പുരോഗമനത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രോഗ്രസീവ് തോട്ടൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുലസ്ത്രീ ആയാൽ മതി എന്ന് പറഞ്ഞാൽ മണ്ടയ്ക്ക് ഒരു അടി കൊടുക്കാൻ നമുക്കും തോന്നത്തില്ലയോ? ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വീട്ടിലേക്ക് ഒരു കുട്ടി വരികയാണ്. ഞാൻ പറയും കുട്ടി ജോലി ചെയ്ത് ജീവിക്കണം, സ്വയം പര്യാപ്തത നേടണം. നാളെ എൻ്റെ മകനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ നിനക്ക് അവൻ കൈ താങ്ങണം, അല്ല അവനെ നീ കൈ താങ്ങണം, അതുകൊണ്ട് നീ പഠിക്കണം, ജോലിക്ക് പോകണം എന്ന് ഞാൻ പറയുമ്പോൾ, ഇല്ല അമ്മച്ചി ഞാനിവിടെ കുലസ്ത്രീയായിട്ട് കയറി കുത്തിരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പണി കിട്ടൂലേ, എനിക്ക് എണ്ണാക്കി പിടിവിട്ടൂലേ. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പോയിന്റ് പിടി കിട്ടിയില്ലേ? ദാറ്റ്സ് ദ പോയിന്റ്. പെൺകുട്ടികളെ കോൺട്രൈസ് ചെയ്യാതിരിക്കുക, അവരെ ഇതാണ് അവരുടെ തൊഴിൽ മേഖലയെന്ന് അവരെ തളച്ചിടാതിരിക്കുക. ഇതും അവർക്ക് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ കൂടെ മൾട്ടി ടാലൻറ്റഡ് പേഴ്സൺസ് ആണ് പെണ്ണുങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഒരു പടി ഉയർന്നു നിൽക്കേണ്ട പെണ്ണുങ്ങൾ, ഞങ്ങൾ ഒരു പടി താഴ്ന്നു നിൽക്കുന്നതിലാണ് എനിക്ക് അഭിമാനമെന്നും ഞാൻ അതാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും പറയുന്നത് വൾഗറാണ്. ആ വൾഗരിസത്തിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് നമ്മളെ പോലുള്ള വ്യക്തിത്വ ബോധമുള്ള, ആത്മാഭിമാന ബോധമുള്ള, ഇൻഡിപെൻഡൻ്റ് ആയ പെണ്ണുങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ദാറ്റ് ഉത്തരവാദിത്തം ഐ ആം നിഭായി. ഓക്കെ, ഹിന്ദി ആയി പോയി. ദാറ്റ് ഉത്തരവാദിത്തം ഞാൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു. താങ്ക് യു സോ മച്ച്. കമൻ്റ് ഇട്ട് കൊല്ലല്ലേ കേട്ടോ, പാവമാണ്. ഞാൻ കുലസ്ത്രീയല്ല, ഞാൻ തിരിച്ചു തരും. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾ കുലസ്ത്രീ ആയാൽ ഞാൻ വെറും അഴുക്കസ്ത്രീയാവും, തിരിച്ച് ഞാനും തരും. അത്രയേ ഉള്ളൂ. സാസിക.